പെരുമ്പാവൂരിൽ യുവാക്കളെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് മർദ്ദിച്ച സംഭവത്തിൽ 6 കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. ഇവരിൽ 4 പേർ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ വാരിയേഴ്സായി പ്രവർത്തിച്ചവരാണ്. മന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിൽ നടത്തിയ പരിപാടിയിൽ ഇരുവരും പങ്കെടുത്തിരുന്നു. പെരുമ്പാവൂർ കണ്ടന്തറയിലെ സോഡ ഫാക്ടറിയിൽ ജോലി തേടിയെത്തിയ 3 യുവാക്കളെ അതിക്രൂരമായി ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരാക്കുകയും മർദ്ദിക്കുകയും ചെയ്തത്. സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവാക്കളെ മർദ്ദിച്ചത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് വ്യക്തമായത്. വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ഷെരീഫ്, മറ്റു കോൺഗ്രസ് പ്രവർത്തകരായ സാജിദ്, മാഹിൻകുട്ടി, PV ഷമീർ, റഫീഖ്, KA അൻവർ എന്നിവരാണ് അറസ്റ്റിലായത്. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ പ്രവർത്തകർ കൂടിയാണ് അറസ്റ്റിലായ ഷെരീഫ്, സാജിദ്, ഷമീർ, റഫീഖ് എന്നിവർ. പദ്ധതിയുടെ ഭാഗമായി മന്ത്രി രമേശ് ചെന്നിത്തല ഏതാനും ദിവസം മുൻപ് പെരുമ്പാവൂരിൽ നടത്തിയ പരിപാടിയിൽ ഇവർ പങ്കാളികളായിരുന്നു. പൊതുജനങ്ങളെ അണിനിരത്തി തൂഫാൻ പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കണ്ടന്തറയിലെത്തിയ യുവാക്കൾക്ക് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയരായി മർദ്ദനമേൽക്കേണ്ടി വന്നത്. മഞ്ഞപ്പെട്ടി നീറുകാണിക്കൽ ഗോകുൽ, കണ്ടന്തറ പുത്തൻപുരയ്ക്കൽ ആൽബി, മഞ്ഞപ്പെട്ടി കളപ്പോത്ത് അൽഫാസ് എന്നിവരാണ് ആൾക്കൂട്ടാക്രമണത്തിന് ഇരയായത്. ജോലി തേടിയെത്തിയ യുവാക്കളെ ഒരു സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. ബൈക്കിന്റെ താക്കോൽ ഊരിയെടുത്ത സംഘം നിങ്ങൾ കഞ്ചാവ് വിൽപ്പനക്കാരല്ലേ എന്ന് ചോദിച്ച് തർക്കം ആരംഭിച്ചു. തങ്ങൾ ജോലി ആവശ്യത്തിന് വന്നതാണെന്ന് ആവർത്തിച്ചു പറഞ്ഞെങ്കിലും അക്രമികൾ അത് കേൾക്കാൻ തയ്യാറായില്ല. പോലീസിനെയോ ബന്ധുക്കളെയോ വിളിക്കാൻ അനുവദിക്കാതെ ഇവരുടെ മൊബൈൽ ഫോണുകൾ ബലമായി പിടിച്ചു വാങ്ങിയ സംഘം യുവാക്കളെ പരസ്യമായി നടുറോഡിൽ മുട്ടുകുത്തിയിരുത്തി തലമുണ്ടനം ചെയ്യുകയായിരുന്നു. ഇതിനുശേഷം ഫാക്ടറിക്കുള്ളിലെ മുറിയിലടച്ച് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി വീണ്ടും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് യുവാക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി.